എല്ലാവർക്കും സാപ്പിയൻസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റീസണിങ് ക്യൂസെറ്റ് 2ന്റെ സൊല്യൂഷൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ സീരീസ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ സീരീസ് 65, 90, 107, 116, 121, ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ നമുക്കിത് നോക്കുമ്പോഴത്തേക്ക് ഡിഫറൻസ് ഒന്ന് എടുത്തു നോക്കാം അല്ലെ. 65ഉം 90ഉമാണ്. എത്രയാണ് ഡിഫറൻസ്? എത്ര കിട്ടും? 25 കിട്ടും. 90ഉം 107ഉമാണ്. എത്ര കിട്ടും ഡിഫറൻസ്? 17 കിട്ടും ഡിഫറൻസ്. അതുപോലെ 107ഉം 116ഉം കൂടിയോ? 107ഉം 116ഉം കൂടി ആകുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ഡിഫറൻസ് 9 കിട്ടും. അടുത്ത ഡിഫറൻസ് 116, 121ന്റെ ഡിഫറൻസ് എത്രയാണ്? 5ആണ് വരുന്നത്. അപ്പം ഈ രീതിയിലാണ് ഇതിന്റെ ഡിഫറൻസ് പോകുന്നത്. അപ്പം നമുക്കിത് നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് 25 ആണല്ലോ. 25 എന്ന് പറയുന്നത് എന്താണ്? 5 സ്ക്വയർ ആണ് അല്ലെ. 5 സ്ക്വയർ ആണ് 25. അപ്പൊ 5 സ്ക്വയർ പ്ലസ് 0 ആണ് ആദ്യം വന്നിരിക്കുന്നത്. 25 ആണ് ഡിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. രണ്ടാമത് 17 ആണ്. 17 ഒന്നിന്റെയും സ്ക്വയർ അല്ല, പക്ഷെ 4ന്റെ സ്ക്വയർ 16 ആണ്. അപ്പൊ 4 സ്ക്വയർ പ്ലസ് 1 ആണ് രണ്ടാമത് വന്നിരിക്കുന്നത്. അടുത്തത് 9 എന്താണ്? 3 സ്ക്വയർ ആണല്ലോ. 3 സ്ക്വയർ പ്ലസ് 0 വന്നിട്ടുണ്ട്. അടുത്തത് വന്നിരിക്കുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. 5 2 സ്ക്വയർ ആണല്ലോ. 2 സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഒന്ന് വീതം കുറഞ്ഞു 5, 4, 3, 2. ഇനി നമുക്ക് അടുത്ത 121 കഴിഞ്ഞിട്ട് എന്താണ്? 1 സ്ക്വയർ പ്ലസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ 1 സ്ക്വയർ എത്രയാണ്? 1 തന്നെയാണ്. അപ്പം ആൻസർ നമുക്ക് എന്ത് കിട്ടും ഇവിടെ? 121 പ്ലസ് 1, 122 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ സീരീസ് തന്നെയാണ്. അപ്പൊ 13, 14, 27, 41, 68 അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്കും 13 പ്ലസ് 1 ആണ് 14. അതുപോലെ 13ഉം 14ഉം കൂടെ ആഡ് ചെയ്താൽ 27 കിട്ടുന്നുണ്ട്. 27ഉം 14ഉം കൂടെ ആഡ് ചെയ്താൽ 41 കിട്ടുന്നുണ്ട്. 41ഉം 27ഉം കൂടി ആഡ് ചെയ്താൽ 68 കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി 68ഉം അടുത്ത ഏതായിരിക്കും? 41ഉം കൂടി കൂട്ടി കഴിഞ്ഞാൽ 109 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ സീരീസ് ആണ്. ഇവിടെ 225, 221, 214, 201, 176 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോഴത്തേക്ക് 225, 221 ഡിഫറൻസ് 4, അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് 7, അടുത്ത ഡിഫറൻസ് 13 ആണ്, അടുത്ത ഡിഫറൻസ് 25 ആണ്, അടുത്ത ഡിഫറൻസ് എന്ത് വരും? അപ്പൊ നമുക്കിവിടെ 4, 7, 13, 25 ഒരു പാറ്റേൺ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് വീണ്ടും ഇതിന്റെ ഡിഫറൻസുകൾ എടുക്കാം. അപ്പൊ 4, 7 തമ്മിൽ ഡിഫറൻസ് 3 ആണ്. 7ഉം 3ഉം എത്രയാണ്? 6 ആണ്. അടുത്തത് 13, 25ഉം കൂടെ 12 ആണ്. അപ്പൊ ഇവിടെ നമുക്കൊരു പാറ്റേൺ കിട്ടുന്നുണ്ട്. ഡബിൾ ആണ് പോകുന്നത്. അപ്പൊ അടുത്തൊരു പാറ്റേൺ എത്രയായിരിക്കും? ഈ 12ന്റെ ഇരട്ടി 24. അപ്പൊ 25, 24ഉം 49 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ 176 പ്ലസ് 49 ആഡ് ചെയ്യുക. അപ്പൊ 127 എന്ന് കിട്ടും ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇവിടെ 127 ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ സീരീസ് ആണ്. 7, 56, 28, 224, 112 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ 7 × 4 ആണ്. × 4 28 ആണ്. അതുപോലെ തന്നെ × 4 28, 28 × 4 ആണ് എന്തെന്ന് പറയുന്നത്? 112 പറയുന്നത്. അതുപോലെ 56 × 4 ആണ് എന്തെന്ന് പറയുന്നത്? 224 എന്ന് പറയുന്നത്. അപ്പൊ 224 × 4 അല്ലേ അടുത്ത സെക്ഷൻ വേണ്ടത്. 224 × 4 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ 896 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സീരീസ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ആണ്. അപ്പൊ 2, 3, 6,
12, 37, 58 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് 2, 3, 6 ഇങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പൊ നമുക്കിവിടെ ഒരു ഡബിൾ സീരീസ് ആണ് ഇവിടെ എന്ന് മനസ്സിലാകാം. ഇവിടെ 2ഉം 6ഉം പിന്നീട് 6 കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടുന്ന ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ 58 ഇങ്ങനെ പോവാണ്. 3, 12, 37 ഇങ്ങനെയും പോകുന്നു. ഇപ്പൊ 2, 6 ഡബിൾ ഡിഫറൻസ് 4 ആണ്. അപ്പൊ അത് 2 സ്ക്വയർ ആണ്. അടുത്തത് ഇപ്പൊ നമുക്ക് ഇവിടെ എന്തായിരിക്കും അടുത്തത് എന്തായിരിക്കും ആഡ് ചെയ്യേണ്ടത്? 4 സ്ക്വയർ ആണ് വരേണ്ടത് അല്ലെ? 4 സ്ക്വയർ ആണ് വരുന്നത്. ഇപ്പൊ 4 സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ 16 ആണ് വരേണ്ടത് അല്ലെ? 16 ആണ് 4 സ്ക്വയർ വരേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് 16 പ്ലസ് 6 കഴിഞ്ഞിട്ടുള്ള ടേം അല്ലേ വേണ്ടുന്നത്? 16 പ്ലസ് 6 22 ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് വീണ്ടും അടുത്ത 5 ക്വസ്റ്റ്യനുകൾക്ക് വേണ്ടിയിട്ട് അടുത്ത നാളത്തെ ക്ലാസ് നിങ്ങൾ എല്ലാവരും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.